രാത്രി ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മിഡ് നൈറ്റ് ക്രേവിങ്സ് വരുന്നത്. എനിക്കങ്ങനെ വരാറുണ്ട്. നിങ്ങൾക്ക് വരാറുണ്ടോ? അങ്ങനെ ഇന്നലെ രാത്രി തോന്നിയ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുലർച്ചെ 6 മണിക്ക് തന്നെ റെഡിയായിട്ട് പോകുന്നത്. റെഡി ആവാന്ന് വെച്ചാൽ കുളിച്ചിട്ടൊന്നുമില്ല. സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ഒരു ലിപ് ബാമും ഇട്ടു. എനിക്ക് എന്താ അറിയില്ല, ലിപ്സിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ എന്നെക്കൊണ്ടാവില്ല. എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു പരിപാടിയാണത്. അങ്ങനെ ഹൈഫൻ്റെ ഒരു ലിപ് ബാമും ഇട്ട് ഞാൻ റെഡിയായി. വണ്ടിക്കാണ് പോകുന്നത്. നടക്കാനൊന്നും തീരെ വയ്യ. അങ്ങനെ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി വെളിയിലെത്തി. ഇതുവഴി രാവിലെ പോകാൻ നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റും നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷവും കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാം. പക്ഷെ നടന്ന് പോകാനാണ് കൂടുതൽ നല്ലത്. നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്ത് കഴിക്കാനാണ് പോകുന്നതെന്നുള്ളത്. ബീച്ചിൻ്റെ അവിടെ പുലർച്ചെ കിട്ടുന്ന ഒരു സംഭവം ആകെ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എൻട്രൻസ് എനിക്കിഷ്ടമല്ല. ഈ കാണുന്നുണ്ടോ, ഈ എൻട്രൻസിൽ കൂടി കയറാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ ബീച്ചിലൊക്കെ കയറി അവിടെയുള്ള ആൾക്കാരെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിന്നു. കുറേ ആൾക്കാരൊന്നും ഇല്ല. ഇന്നെന്തോ തിരക്ക് കുറവായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്ന് മതിയായപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി. നടന്ന് ഇപ്പോൾ വണ്ടിയുടെ അടുത്ത് പോവാണ്. പോകുന്ന വഴി കുറച്ച് പ്രാവുകളെ കണ്ടു. അവരവരുടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് പോകുന്ന വഴി പാർക്കിൽ കുറേ ചേട്ടന്മാർ എക്സസൈസ് ചെയ്യുന്നുണ്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അച്ചുക്കാൻ്റെ കട. ഇവിടുത്തെ സവാള വടയും മട്ടൻ ചാപ്സും കഴിക്കാനാണ് ഇന്നലെ രാത്രി എനിക്ക് കൊതിയായത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു, അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തോ ഇന്നലെ രാത്രി കൊതിച്ച് കിടന്നുകൊണ്ട് ഇന്നത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ഓപ്പോസിറ്റാണ് ഈ കട. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി സ്ഥിരം പല്ലവി പാലും വാങ്ങിയിട്ട് അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരം പോയി നിന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ അതും നോക്കി നിന്നു വീട്ടിലോട്ട് പോയി. അത്രയേ ഉള്ളൂ.